അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ. പ്രിയമുള്ളവരെ, ആ ഉമ്മയുടെ ജനാസ ഇന്നലെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗമുണ്ടായിട്ടുണ്ട്. ആ വീടുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ തടിച്ചു കൂടിയത് ആ ഉമ്മയുടെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. യാ അല്ലാഹ്, പടച്ചോനെ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഇത്രമേൽ വേദനാജനകമായ ഒരു വാർത്ത ജീവിതത്തിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഉമ്മാനെ, തൻ്റെ പിഞ്ച് പൈതലാണ് ഇത്രയും ക്രൂരമായിട്ട് ഇല്ലാതാക്കിയത്. അതും ആ ഉമ്മ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ പിഞ്ച് പൈതല്. ആ ഉമ്മാക്ക് ആ മകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആ നാട്ടുകാരൊക്കെ പറയുമ്പോൾ വർണ്ണനകൾക്കും അപ്പുറമാണ് എന്നാണ് തോന്നിപ്പോകുന്നത്. കാരണം എന്ത് പറഞ്ഞാലും എൻ്റെ കുട്ടി, എൻ്റെ ആശിക്ക് എന്നല്ലാതെ ആ ഉമ്മ പറയാറില്ല. എത്രയാ അല്ലാ, അതേ മകന്റെ കൈ കൊണ്ടാണ് ഉമ്മ വളരെ ശരീരം നുറുങ്ങുന്ന വേദനയോടെ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആഞ്ഞു വെട്ടാൻ ഓങ്ങുമ്പോ, പൊന്നുമോനെ ഇത് ഉമ്മയാണടാന്ന് മനസ്സ് പൊട്ടിയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്തെന്നറിയോ? എഴുന്നേറ്റ് ഓടാൻ കഴിയാത്തൊരവസ്ഥയിരുന്ന് ക്യാൻസർ ബാധിച്ചിട്ട് ആ മാരകമായ അസുഖത്തിന്റെ ചികിത്സയിലിരിക്കെ ശരീരമൊക്കെ ആകെ തളർന്നിട്ട് ആ ഉമ്മ ആ വീട്ടിൽ കഴിയുമ്പോഴാണ് ആ മകൻ, ഇതിന്റെ മുമ്പും അവന് ആ ഉമ്മാന്റെ പിന്നാലെ ആയുധമെടുത്ത് ആഞ്ഞോങ്ങി വെട്ടാൻ വേണ്ടിയിട്ട് ആയുധമെടുത്ത് ഓടിയിട്ടുണ്ടത്ര. ആ ഉമ്മ ജീവനും കൊണ്ട് അയൽപ്പക്കങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടതായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. യാ അല്ലാഹ്, ഒരു ഉമ്മാന്റെ അവസ്ഥയാണ് പറയുന്നത്. ഏതുമ്മ എന്നറിയോ? ആ മകൻ ആ ഉമ്മയോട് ജീവന് തുല്യമുള്ള സ്നേഹമാണ്. അതേ മകൻ ഉമ്മയോടും ഇതേ സ്നേഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ മകനാണ് ഉമ്മാനെ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ഇത്രമേൽ ക്രൂരവും മൃഗീയവുമായിട്ട് ഇല്ലായ്മ ചെയ്തത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൻ്റെ ഉമ്മയായിരുന്നു, ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു തോന്നല്, ഒരു കുറ്റബോധം. പക്ഷെ അവനതില്ലായിരുന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ പത്രക്കാരായ ആളുകളുടെ മുമ്പിലേക്ക് അവൻ ഫ്ലൈങ് കിസ് അടിച്ച് കാണിച്ചു കൊടുക്കുക. പോലീസിനോടും പത്രക്കാരോടൊക്കെ മാധ്യമങ്ങളോടൊക്കെ അവൻ പറഞ്ഞൊരു കാര്യം എന്തെന്നറിയോ? എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് എന്നാണ്. ആ ഉമ്മാന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ അവർക്ക് കൊടുത്തത് എന്ന്. ഒരു ആയുഷ്കാലം മുഴുവൻ ഇവന്റെ 1-ാമത്തെ വയസ്സിലാണ് ഇവന്റെ ഉപ്പ ഇവനെയും ഉമ്മാനെയും ഉപേക്ഷിച്ചിട്ട് ആ മനുഷ്യൻ പോയത്. ആ ദിവസം മുതല് പിന്നീട് ആ മരണം വരെയുള്ള ആ ദിവസം വരെ അവർക്ക് വേണ്ടിയിട്ട് അവര് ജീവിച്ചിട്ടില്ല. അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പോലും മാറ്റി വെച്ചിട്ടില്ല. എത്രത്തോളാന്നറിയോ നിങ്ങൾക്ക്? അവന് വേണ്ടിയിട്ട്, അവന്റെ കല്യാണത്തിന് ഈ ഉമ്മ പുറത്ത് ജോലിക്ക് പോയിട്ടാണ് കുടുംബം പോറ്റുന്നത്. അതിൽ നിന്നൊക്കെ സ്വരൂപിച്ചിട്ട് അവന് മഹറായിട്ട് ഒരു മാല അവന്റെ വധുവിന് കൊടുക്കാൻ വേണ്ടി ഉമ്മ തയ്യാറാക്കി വെച്ചിരുന്നു എന്ന്. അത്രമേൽ സ്നേഹമുണ്ടായിരുന്ന ഉമ്മ. പൊന്നുമോനെ, എങ്ങനെയാണടാ ഈ ഒരു പാപം നിന്റെ തലയിൽ നിന്ന് പോകുക എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഈ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവൻ പറയണേ, നമുക്ക് നമ്മുടെ ഉമ്മാനെ ആ ഒരു സ്ഥാനത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂലല്ലോ എന്ന്. അത്രക്ക് വലിയ വേദനയാണ് ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. ഒരാൾക്കും എന്ന് വെച്ചാൽ ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയൂല, അത്രമേൽ വലിയ വേദന. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ ഒരു ഉമ്മാക്ക്. ആ ഒരു നാട്ടിൽ അങ്ങനെ ഒരു ഉമ്മ ചിലപ്പോ ഉണ്ടാവൂല. ആ മകന് 10-ാം ക്ലാസ് വരെ ഏറ്റവും തോന്നുന്നു നല്ല രീതിയിലാണ് പോയത്. പിന്നീട് അങ്ങോട്ട് അവന് പുതിയ കൂട്ടുകെട്ടുകൾ കിട്ടി. ലഹരിക്ക് അടിമപ്പെടാൻ തുടങ്ങി. ലഹരി ശരീരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഉമ്മാനെ മറന്നു. ജീവന് തുല്യം അവൻ സ്നേഹിച്ച അവന്റെ ഉമ്മ സ്നേഹിച്ച മകനെന്നല്ല, ഉമ്മാനെ ജീവന് തുല്യം സ്നേഹിച്ച മകനെ ഉമ്മാനെ മറന്നു. ലഹരി അവന്റെ സിരകളിലേക്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോ ആ ഉമ്മയെ ക്യാൻസർ ബാധിച്ച് ഒരു മൂലയിൽ അവശയായിരിക്കുന്ന ഉമ്മയെ അവൻ വന്നിട്ട് അടിക്കുമത്രേ. തിളച്ച വെള്ളം ശരീരത്തിലൂടെ ഒഴിക്കുമത്രേ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആയുധം അവന്റെ കയ്യിലേന്തിയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഇത് ആദ്യത്തെ സംഗതിയല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നാലെ ഓടുമത്ര ആ ഉമ്മ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത്. അയൽവാസികൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? യാ അല്ലാഹ്, എത്രത്തോളം പ്രയാസം! ഒരൊറ്റ കാര്യം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, ലഹരി. ആ ഉമ്മാക്ക് ആ മകനെ നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം ലഹരി മാത്രമാണ്. ആ ലഹരിക്കാണ് ആ മകൻ അടിമപ്പെട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതേ ലഹരിയാണ് ഇന്ന് സ്കൂൾ ക്യാമ്പസുകളിൽ നമ്മുടെ ഒക്കെ മക്കൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരിന്നത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ ഒരു ഉമ്മാക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിൽ, ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ ആ ഉമ്മയുടെ അവസ്ഥ നിങ്ങൾക്ക് നാളെ സംഭവിക്കൂലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയൂല. കാരണം ആ ഉമ്മ മകനെ വളർത്തി കൊണ്ടുവന്നത് ഈ രൂപത്തിൽ എത്തിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലല്ലായിരുന്നു, മറിച്ച് ഒരു നല്ല ഒരു മകനായിട്ട് ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോൾ പോലും എനിക്കൊരു താങ്ങായിട്ട്, ഒരു തണലായിട്ട്, എൻ്റെ മരണാവസാനം വരെ എൻ്റെ കുട്ടിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്നാണ് അവര് വിചാരിച്ചതെങ്കിൽ, ഉമ്മാന്റെ മരണം വരെ മോൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ മരണവും ആ മകന്റെ കൈ കൊണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നറിയോ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിന്റെ അടിയിലാണ് സ്വർഗമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താണെന്നറിയോ? ഉമ്മയോട് നിങ്ങൾ ഛേ എന്ന ഒരു വാക്ക് പോലും പറയരുത് എന്ന്. ആ ഒരു സ്ഥാനത്ത് ആ ഉമ്മയെ നിരന്തരം ആ ഉമ്മയെ വേദനിപ്പിച്ച്, അങ്ങേയറ്റം മാനസികമായും ശാരീരികമായും വേദനിപ്പിച്ച്, ആ ഉമ്മാൻ അവസാനം വളരെയേറെ ശരീരം നുറുങ്ങുന്ന വേദനയോടെ കുത്തിയും വെട്ടിയും ഒക്കെ പരിക്കേൽപ്പിച്ച് ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ചത് സ്വന്തം മകനാണ്. പൊന്നുമോനെ, ഞാൻ വീണ്ടും ചോദിക്കാണ്, പൊന്നുമോനെ, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നീ കടന്നു പോവും. നിന്നെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് അവരുടെ കസ്റ്റഡിയിൽ നീ നിൽക്കുമ്പോ ഈ ഉമ്മാനെ നീ എന്തായാലും ഓർക്കുമടാ. കാരണം എന്താണെന്നറിയോ? പോലീസ് സ്റ്റേഷനില്, ജയിലിന്റെ ഉള്ളില് നീ ഇങ്ങനെ അഴികൾക്കുള്ളിൽ കിടക്കുമ്പോ അപ്പൊ നിന്റെ ശരീരത്തിലേക്ക് ലഹരി കടന്നു വരൂല. ആ ഒരു സമയത്ത് നിനക്ക് സ്വബോധം തിരിച്ചു വരും. ആ സമയത്ത് നീ പൊട്ടിക്കരയും മോനെ, ആ ജയിലറയുടെ ഉള്ളിൽ കിടന്നിട്ട്. പക്ഷേ ഇനി നീ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും, നിനക്ക് തൂക്ക് കയറി കിട്ടിയാലും, നിന്നെ ഓർത്തിട്ട് നിനക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാന് നിന്റെ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ വൃക്ഷം, അതിനെ നീ വെട്ടിക്കളഞ്ഞല്ലോടാ. ഇനി നിനക്ക് ആ ഒരു ഉമ്മയുടെ ദ്വാ ഇല്ല. ഇത്രത്തോളം നീ ആ ഉമ്മയുടെ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിച്ചപ്പോഴും ആ ഉമ്മാന്റെ പ്രാർത്ഥന, അള്ളാഹുവേ എൻ്റെ കുട്ടിനെ നീ നന്നാക്കണേ റബ്ബേ എന്നായിരുന്നെങ്കിൽ ഇനി ആ ദ്വാ ഇല്ലല്ലോ മോനെ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. എത്ര വേദനിപ്പിക്കുന്ന കാര്യമാണ് ആ മകൻ ചെയ്തത്. അവൻ കരയും, നോക്കിക്കോടി നിങ്ങള്. അവൻ കരയുന്ന ഒരു നിമിഷമുണ്ട്. അവന്റെ ശരീരത്തിലുള്ള, അവന്റെ സിരകളിലുള്ള ആ ലഹരി ഇറങ്ങുന്ന ഒരു സമയത്ത്, ആ സമയത്ത് അവൻ വിതുമ്പി വിതുമ്പി കരയും. കാരണം ആ ഉമ്മാൻ അവൻ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നതാണ്. അതുകൊണ്ട് കരയും. പക്ഷെ ആ കരച്ചിൽ കാണാനോ അതറിയാനോ ദുനിയാവിൽ ആ ഉമ്മയില്ല. 2 മീസാൻ കല്ലുകൾക്കടിയിൽ ആ ഉമ്മ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൻ നഈമിൽ ആ ഉമ്മയെയും നമ്മളെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.